ഹലോ, നമുക്കേ തീരെ താല്പര്യമില്ലാണ്ട് പോയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുള്ള കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്നൊരു ഒഴിവ് ദിവസമായിരുന്നു. അപ്പോൾ നെഷോക്ക് ഭയങ്കരമായിട്ട് തന്നെ രാവിലെ ഒരു പുറത്ത് വാക്കിന് പോകണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. എനിക്ക് ഇന്നത്തെ ദിവസം പുറത്ത് പോകുന്ന മൂഡിൽ ഞാനൊന്നൊരു ഫിലിമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാം, ഒരു ഒഴിവ് ദിവസം കിട്ടിയതല്ലേ എന്നൊരു മൂഡിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ പോവാതിരിക്കാൻ മറ്റൊരു റീസൺ കൂടെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണ് പുറത്ത്, പിന്നെ മക്കളൊക്കെ ആയിട്ട് തണുപ്പത്ത് പോവാന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോ എന്നാണ് പറഞ്ഞത്. പക്ഷേ നെഷിയുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു പോയി. പോയി കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടൊരു സ്ഥലമാണ് കേട്ടത്. അതായത് വലിയൊരു വാക്കിംഗ് വേ ആണ്. നമുക്കൊരിക്കലും അറ്റം കാണാൻ കഴിയാത്ത അത്ര ദൂരത്തുള്ള ഒരു വാക്കിംഗ് വേ ആണ്. ഇതിന്റെ രണ്ട് സൈഡിൽ മനോഹരമായിട്ടുള്ള ഗോൾഫ് ഗ്രൗണ്ടും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് നമുക്ക് തണുപ്പൊന്നും നമ്മൾ അത്ര ഏശിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വാക്കിന് വരുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ സൈലന്റ് ആണ്, നമുക്ക് വളരെ പ്രൈവസിയാണ്. നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നോക്കിയേ അരുണ് ബാക്കിലേക്ക് നോക്കി. പേടിക്കണ്ട മന്ന. അപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ, ഇപ്പോൾ നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ചെറിയൊരു യാത്ര പോയാൽ മതി. നമ്മൾ വലിയ വലിയ യാത്രകൾ പോകണമെന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവും. നമ്മളൊന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അതൊരു സൊല്യൂഷനാണ് കേട്ടോ. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കറങ്ങി വന്നപ്പോഴേ ഭയങ്കര റിലീഫായിട്ട് വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ യാത്രകൾ നമ്മുടെ ഓൾ ഓവർ മൂഡിനെ മാറ്റാനുള്ള ഒരു മരുന്നും കൂടെയാണ്. ഇതുപോലെ ചെറിയ യാത്രകൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലേ ഇതുപോലെ പല പ്രശ്നങ്ങളും നമുക്ക് പിന്നീട് അത് പ്രശ്നങ്ങളല്ലാണ്ടായിട്ട് മാറും കേട്ടോ. അപ്പൊ ഇങ്ങനായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. അപ്പോ ഇനി അടുത്ത കാഴ്ചയായിട്ട് കാണട്ടോ. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. അപ്പൊ അടുത്ത കാഴ്ചയായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.